ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാതെ ഇരിക്കുക. മറ്റ് മതസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട് താനും. അങ്ങനെയുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് പേരും നക്ഷത്രവും അറിയിക്കുക. തീർച്ചയായും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷപരമായ സംശയങ്ങളും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അറിയാനുള്ള വ്യവസ്ഥകളുമൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴി മെസ്സേജുകൾ അയയ്ക്കുക. ഒരിക്കലും നേരിട്ട് വിളിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും വാട്സപ്പിലൂടെ അറിയിക്കുക. പലപ്പോഴും തിരക്കുകളായിരിക്കും. ആ തിരക്കുകളിൽ നിങ്ങളുടെ കോളുകൾ സ്വീകരിക്കാനോ അതിനൊരു മറുപടി പറയാനോ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ തീർച്ചയായും വാട്സാപ്പ് വഴി വരുന്ന മെസ്സേജുകൾ ഇവിടെ സ്വീകരിക്കും. ആ മെസ്സേജുകളിലൂടെ തിരിച്ച് നിങ്ങളെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയും അറിയിക്കുന്നതിന് വേണ്ടിയും വിളിക്കും. ആ സമയത്ത് നമുക്ക് അന്യോന്യം സംസാരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രശ്നവിധി പ്രകാരമുള്ള ജീവിതത്തിലൂടെ കടന്നു പോവുകയും ചെയ്യാം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. വിഷുഫല വ്യവസ്ഥിതിയാണ് നമ്മൾ എപ്പിസോഡുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശാഖം നക്ഷത്രമാണ് അടുത്തതായിട്ടുള്ളത്. ഈ മേടവിഷു മുതൽ അടുത്ത മേടവിഷു കാലം വരെ വിശാഖം നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ കഴിയുന്ന നന്മകളും തിന്മകളുമാണ് നമുക്ക് ഈ വിഷുഫലത്തിൽ അറിയിക്കാനുള്ളത്. മേടം, ഇടവം, മിഥുനം മാസങ്ങളിൽ പ്രധാനമായും ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കുകയില്ല. വളരെ ശ്രദ്ധിക്കണം. അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയവ വന്നു ചേരാനും അതിലൂടെ ശാരീരികമായി ക്ഷീണത്തിനുമുള്ള സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഉദ്യോഗം പ്രതീക്ഷിച്ചിരുന്നവർക്ക് അത് നേടാൻ കഴിയുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ഈ മേടമാസം മുതൽ ഉദ്യോഗത്തിനായി ശ്രമിച്ചാൽ അടുത്ത മേടമാസത്തിന് മുൻപ് ഒന്നുകിൽ റാങ്ക് ലിസ്റ്റുകൾ ഇടം പിടിക്കുവാനോ അല്ലെങ്കിൽ ജോലിക്ക് ചാൻസോ കാണുന്നുണ്ട്. ഭാഗ്യദായകമായ ഒരു നിമിഷമാണ് തൊഴിലന്വേഷകർക്കുള്ള ഈ സമയം. ക്രയവിക്രയങ്ങളിൽ, അതായത് ഭൂമി കൈമാറ്റം നടത്തുക, വാഹനം കൈമാറ്റം നടത്തുക, അതുപോലെ ചില വ്യവസ്ഥകളിലേക്ക് ധനം ഇറക്കുക, അതിൽ ലാഭം നഷ്ടപ്പെട്ടു പോകുന്ന വ്യവസ്ഥിതിയൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം. ക്രയവിക്രയങ്ങളിൽ ധനനഷ്ടത്തിന് ചാൻസ് കാണുന്നുണ്ട്. സന്താനങ്ങൾ മുഖാന്തരം സാമ്പത്തിക ദുരിതം കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ അനാവശ്യമായ ചിലവുകളിൽ സന്താനങ്ങൾ ബന്ധപ്പെട്ട് ധാരാളം തുക അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ കാണുവാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വൃശ്ചിക കൂറിൽപ്പെട്ട വിശാഖം നക്ഷത്ര വ്യവസ്ഥയിലുള്ള ആളുകൾ പുത്രി വ്യവസ്ഥകളെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നത് നന്നാവും. വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിടും. വിശാഖം നാളുകാരിൽ വിവാഹ വ്യവസ്ഥിതികൾക്ക് അല്പം താമസം നേരിടും. തൊഴിൽ രംഗങ്ങളിൽ പ്രശസ്തിക്ക് സമയമുണ്ട്. നമ്മൾ ഏർപ്പെടുന്ന തൊഴിൽ പ്രശസ്തിക്ക് കാരണമായി തീരും. തീർച്ചയായിട്ടും നമ്മളൊരു തൊഴിൽ ഏർപ്പെട്ടാൽ ആ തൊഴിൽ നന്നായി ചെയ്യാൻ നമുക്ക് കഴിയും. അതിലൂടെ വളരെ പ്രശസ്തനാകാനും കഴിയും. ബന്ധുജനങ്ങളിൽ നിന്നും ധനാഗമ മാർഗത്തിന് സാധ്യത, പിതൃസ്വത്ത് ലഭിക്കാൻ ഇടയാകുന്ന സന്ദർഭം, കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു കിട്ടും. തീർച്ചയായും ചില പ്രത്യേക ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കടബാധ്യതകൾ ഒഴിഞ്ഞ് മാറുന്നതിനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി വന്നു ചേരാം. ഉദ്യോഗാർത്ഥികൾക്ക് മിഥുന മാസം നിയമന ഉത്തരവുകൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർക്കാർ ഉദ്യോഗമൊക്കെ ആഗ്രഹിക്കുന്ന, അത് കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാണെന്നോ കേരള ഗവൺമെൻറ് തൊഴിലാണെന്ന് പറയാൻ കഴിയുന്നില്ല. കേരള ഗവൺമെൻറ്റിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ തൊഴിൽ മേഖലകളിൽ ഒപ്പിടാനുള്ള സാധ്യത വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുപോലെ തന്നെ കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം മാസങ്ങളിൽ വിവാഹ ആലോചനകൾ തീരുമാനത്തിലെത്തും. വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വിവാഹാലോചനകളുടെ തീരുമാനത്തിലെത്താനുള്ള സമയമാണ് ഈ മേടവിഷുക്കാലം മുതൽ അടുത്ത മേടവിഷുക്കാലം വരെയുള്ളത്. ധനസ്ഥിതി മെച്ചമായിരിക്കും. എങ്കിലും പണച്ചിലവുകൾ വർദ്ധിക്കും.
ധനം നമ്മളിലേക്ക് ആവശ്യത്തിനുണ്ട് എങ്കിലും നമ്മളുടെ പെരുമാറ്റത്തിനനുസരിച്ച് ധനം നിലനിൽക്കും. അനാവശ്യ കാര്യങ്ങളിൽ മനസ്സ് സംഭ്രമിച്ചു പോയാൽ ധനം പെട്ടെന്ന് ഒഴുകിത്തീരും. അപ്പോൾ നമ്മൾ പണം കയ്യിൽ വരുമ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അതിനെ ഉപയോഗിക്കുവാൻ തീരുമാനിക്കുക. അത് വളരെ നന്മയുടെ ഒരു തീരുമാനമാകും. ചില സന്ദർഭങ്ങളിൽ അത് നമുക്ക് വളരെയധികം പ്രയോജനകരമായി മാറുകയും ചെയ്യും. ഇല്ലെങ്കിൽ ചില സന്ദർഭം ദുഃഖകരമായി മാറേണ്ടി വരും. വിദ്യാതടസ്സം മാറിക്കിട്ടും. സ്വന്തം സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ കഴിയും. വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സമ്പാദ്യത്തെ വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിന് അവസരമുണ്ടാകും. വസ്തുക്കളുടെ അതിർത്തി തർക്കങ്ങൾ ഒഴിഞ്ഞ് സൗഹൃദാന്തരീക്ഷമുണ്ടാകും. പിതൃസ്വത്തിൻ്റെയോ അല്ലെങ്കിൽ മാതൃസ്വത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്തുള്ള ബന്ധുജനങ്ങളുടെ സ്വത്തുമായിട്ടോ ഒക്കെ വസ്തുതർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വർഷങ്ങളായി നിലനിൽക്കുന്ന വസ്തുതർക്കങ്ങളൊക്കെ തന്നെ തീരുമാനത്തിലെത്തുകയും ഇടഞ്ഞു നിന്നിരുന്നവർ വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഒരുമിച്ച് ചേരുന്ന വ്യവസ്ഥിതി ഉണ്ടാകാനുള്ള സമയവും ഈ മേടമാസം മുതൽ അടുത്ത മേടമാസത്തിനിടയിൽ കാണുന്നുണ്ട്. വാഹന യോഗത്തോടൊപ്പം നാൽക്കാലി യോഗം വന്നു ചേരുന്നുണ്ട്. വാഹനങ്ങൾ വാങ്ങുന്നതോടൊപ്പം തന്നെ നാൽക്കാലികളെയും വാങ്ങുന്നതിനും അതിനെയും ശുശ്രൂഷിക്കാനും പരിചരിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരുന്നു. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് ആനന്ദത്തിന് അവസരം. സന്താനങ്ങൾ സ്പോർട്സ്, ആർട്സ് തുടങ്ങിയ വ്യവസ്ഥകളിൽ വലിയ അംഗീകാരത്തോടുകൂടി വിജയം നേടിയെത്തുന്നതും സ്കോളർഷിപ്പ് പോലെയുള്ള പരീക്ഷകളിൽ വിജയം നേടുന്നതും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതും ഒക്കെ കണ്ട് ആനന്ദിക്കാനും ആഹ്ലാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ധനു, മകരം, കുംഭം, മീനം, മേടം മാസങ്ങളിൽ ഭൂമി സംബന്ധമായ കേസുകൾക്ക് വിരാമമാകും. വിരാമം എന്ന് പറഞ്ഞാൽ അവസാനമാകും. അപ്പോൾ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എല്ലാം കൊണ്ടും ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ മേടവിഷു മുതൽ അടുത്ത മേടവിഷു വരെ. വിദേശ യാത്രാ പരിശ്രമങ്ങൾ സഫലീകരിക്കും. പഠനപരമായിട്ടോ തൊഴിൽപരമായിട്ടോ വിദേശ യാത്രകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിശാഖം നാളുകാരെ സംബന്ധിച്ച് അത് വിജയിക്കുക തന്നെ ചെയ്യും. പുതിയ തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരമുണ്ട്. അതിലൂടെ ധനാഗമ മാർഗങ്ങൾ വർധനവ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയാവസരം. ഏതു മേഖലയിൽ വിശാഖം നാളുകാരായ വിദ്യാർത്ഥികൾ ചെന്നുപെട്ടാലും അവിടെയെല്ലാം അവർക്ക് വിജയമായിരിക്കും ലക്ഷ്യം. തീർച്ചയായും ആ ലക്ഷ്യം കാണുക തന്നെ ചെയ്യും. വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം ജോലിക്ക് വേണ്ടി പഠിക്കുന്ന യുവതി യുവാക്കൾ ആത്മാർത്ഥമായി പഠിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ അവസരം നേടാം. അതുപോലെ തന്നെ തൊഴിൽ ലഭിക്കുകയും ചെയ്യും. വാക്കുകളും വർത്തമാനങ്ങളും സൂക്ഷിക്കണം. ഉദ്ദേശിക്കാത്ത പ്രതിഫലനം നൽകാം. ചിലപ്പോൾ നമ്മൾ വളരെ തമാശയായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ അത് കേൾക്കുന്നയാൾക്ക് നെഗറ്റീവായി ബാധിച്ചു എന്ന് വന്നേക്കാം. അത് ഈ ദോഷകാലത്തിനിടയിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു വർഷക്കാലത്തോളം വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയാതെ ഇരിക്കുക. കാരണം നിങ്ങൾ മനസ്സിൽ തന്നെ പറയണം, ഈ ഒരു വർഷക്കാലത്തോളം വരുന്ന സമയം വാക്കുകൾ കൊണ്ടും വാചകങ്ങൾ കൊണ്ടും എനിക്ക് ദോഷം സംഭവിക്കുന്ന സമയമാണ് എന്ന് ചിന്തിച്ചോണം. തീർച്ചയായിട്ടും വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വാഹന ഭാഗ്യം പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ അപകടമുണ്ട്. രാത്രികാല സഞ്ചാരങ്ങൾ ഒഴിവാക്കണം. വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അധികം രാത്രിയാത്ര നല്ലതല്ല. ശത്രുക്കൾ വർദ്ധിക്കാനിടയായ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ആഹാരാദി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അത്യാവശ്യം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ചില രോഗങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഉപേക്ഷിക്കേണ്ട ആഹാര സാധനങ്ങളും വസ്തുക്കളും ഉപേക്ഷിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ വലിയ അപകട സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിശാഖം നാളുകാർക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് ഗണപതി ഭഗവാന് വെള്ളിയാഴ്ച ദിവസം മുക്കുറ്റി പുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളതാണ്. നാളികേരം ഉടയ്ക്കൽ, നമ്മുടെ ഹൃദയത്തോട് പ്രാർത്ഥിച്ച് തലയ്ക്കൊഴിഞ്ഞ് 9 നാളികേരങ്ങൾ ഈ വർഷത്തിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നാളുകൾ വന്നു ചേരുന്ന സമയത്ത് ചെയ്യുക എന്നുള്ളത് വിശാഖം നാളുകാർ ചെയ്യേണ്ടതാണ്. എപ്പോൾ എല്ലാ മാസവും നമ്മുടെ പക്കനാളുകൾ വന്നു ചേരുന്നതാണ്. ആ നാളുകൾക്കിടയിൽ 9 നാളികേരം എപ്പോഴെങ്കിലും ഉടച്ച് ഭഗവാൻ ഗണപതിയോട് വിഘ്നങ്ങൾ തീർത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന നിമിഷം മുതൽ
അതിനനുയോജ്യമായിട്ടുള്ള സമയമായി വരും. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭഗവതി സേവ, കുങ്കുമാർച്ചന, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെള്ളി കൊണ്ട് ഉണ്ടാക്കിയ വേൽ സമർപ്പണം തുടങ്ങിയവ ചെയ്യുക. തീർച്ചയായും വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെയുള്ള സമയത്ത് ഉണ്ടാകുന്ന നല്ലതുകളെ ഓർത്ത് സന്തോഷിക്കാനും ദുഃഖങ്ങളെ ഈശ്വര സന്നിധിയിൽ സമർപ്പിച്ച് അവിടെ നിന്നും സുഖത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുകയും വേണം. എല്ലാ നല്ലതുകളും നല്ല കാലങ്ങളും ഉണ്ടാകട്ടെ. ദുഃഖങ്ങൾ ഒഴിഞ്ഞ് സന്തോഷപരമായൊരു ജീവിതത്തിൻ്റെ ഭാഗത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ടാകും. തീർച്ചയായും നല്ലതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.